മലപ്പുറപ്പാതി കുറ്റ മികാവുറുകളെ കാലകക്കു കീറിൽ കറ്റ സുഹദാക്കളെ. പിന്നെ സുഖാണ്, എന്തൊക്കെയുണ്ട്? സുഖാണ്, നല്ല സുഖാണ്, അൽഹംദുലില്ലാ, തരക്കടില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പാട്ടിൻ്റെ കാര്യം അപ്പം ചെറുപ്പത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ച് അങ്ങനെ 5-8 വയസ്സിൽ തുടങ്ങിയിട്ട് പിന്നെ ഞാനങ്ങനെ അതിൻ്റെ ഒരാളായി അങ്ങനെ നടന്നു. കുറേ കല്യാണ വീടുകളിലൊക്കെ അന്നത്തെ കാലമൊക്കെ പാട്ടിനൊക്കെ നടന്നിരുന്നു. പോയി ഞങ്ങൾ അതിൻ്റെ ഒരാൾക്കാരായിട്ട്. അങ്ങനെ ഏട്ടത്തി ഞാനും ഒക്കെ പാടും. അങ്ങനെയാണ്. പിന്നെ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 4 ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ അന്ന് 5ക്കൊക്കെ ജയിച്ചിട്ടൊന്നും പോയില്ല. അന്നത്തെ കാലം അങ്ങനെ പഠിപ്പില്ലല്ലോ. ഒരു വരി പാട്ട് പാടും ആദ്യം. ജലദോഷമാണ്. ജലദോഷമായിക്കോട്ടെ, കുഴപ്പമില്ല. ഏതെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. പെരുമാറ്റം ശരിയാമവിധിയെ ഏത് പൊഴുതും മനുഷ്യ വെടിഞ്ഞീടിലേ ഉദാഹനുസന്നിധിയിൽ പരമാർത്ഥമാം സകൽ ബോധിപ്പിക്കുന്നിന്ദേഹമേ. പെരുമാറ്റം ശരിയാമോ വിധിയെ ഏത് പൊഴുതും മനുഷ്യ വെടിഞ്ഞീടിലേ കുദാഹിൻ സന്നിധിയിൽ പരമാർത്ഥമാം സകൽ ബോധിപ്പിക്കുന്നിന്ദേഹമേ. ഞാൻ അങ്ങനെ ഇവിടെ നമ്മളെ കുടുംബത്തിലൊക്കെ കല്യാണം ഉണ്ടായാൽ അത് എവിടെയും പോയി പാടിയിരുന്നുല്ലേ. പിന്നെ പാട്ട് നിർത്താൻ കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആയില്ലേ. പിന്നെ കൂടിയും കല്യാണമൊക്കെ കഴിഞ്ഞ അങ്ങനെ 4.5 വയസ്സായിട്ടുള്ളൂ ഞാൻ വരുന്ന. കുട്ടിയാണപ്പോ വളർത്തിണ്ടാക്കിയ ആൾക്കാരാണ് അടച്ചനെ ഒക്കെ. പിന്നെ ഇപ്പൊ രണ്ടാമത് പാട്ടിടാൻ കാരണം ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കി. രണ്ടാമത് എനിക്കതൊരു മോഹം തീർന്നിട്ടില്ലേനു. വന്നത് നമ്മളെ കാലാലന്റെ ഇതില് വന്നപ്പോ അവര് ഈ കുടുംബശ്രീയിലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ താത്തങ്ങള് അവർക്കൊക്കെ അറിയാം താത്ത പാട്ടിടുന്ന പാട്ടിരിക്കുകയാണ്. അവന്ന് പാടുന്ന ഇവിടെ ഓരോ ഏരിയയിൽ ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കലാലയ 25. അപ്പൊ അവിടെ പോയി പാടിയതാണ് ഒരു പാട്ട്. അതിവിടെ അയൽക്കൂടത്തില് നടത്തേണ്ട മെമ്പറുകള് ആരെ മോള് അതെ കുടുംബശ്രീന്റെ അങ്ങനെ പേപ്പറിൽ വന്നു. പിന്നെ ഇത് പാട്ട് കേട്ടപ്പോ അവര് കലയില് കേട്ടപ്പോ അവര് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് അവര് പിന്നെ വന്നു രണ്ടാമത്. പിന്നെ അവിടെ മറ്റേ കലയിലെ മെയിൻ ഉദ്ഘാടനം മറ്റേ അതിന്റെ ഇതില് പതാക ഉയർത്തിയതൊക്കെ അവര് പിന്നെ ഉദ്ഘാടകയായി. ഏതിന്റെ ഉദ്ഘാടനം ചെയ്ത്? കലയിലെ സമാപന ഉദ്ഘാടകയായി. അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ് അല്ലേ. മാഷാ അല്ലാഹ്. എന്തപ്പോ സന്തോഷായി. രണ്ടാമത് എത്ര വർഷം നിങ്ങൾ ഇത് നിർത്തിവെച്ചു പാട്ട്? ഞാൻ ഒരു 25 കൊല്ലം നിർത്തിയിട്ടുണ്ടാവും. അതൊന്നും ആവില്ലായിരിക്കും. 25 ആവില്ലല്ലോ. അല്ല ഞാൻ അങ്ങനെ പുറത്തല്ല. ഞാന് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു 35 വർഷമായിട്ട് പാട്ട് നിർത്തിയതിനു ശേഷം രണ്ടാമത് തുടങ്ങിയില്ലേ. അന്നൊക്കെ ഏത് പാട്ടാ ഹിറ്റ് പാട്ട് ഏതായിരുന്നു? നിങ്ങൾ ഒരു കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ ഇന്ന പാട്ട് പാടാറോ? ഏതെങ്കിലും അങ്ങനെ സ്പെഷ്യൽ പാട്ട് പാടാൻ പറയും ആൾക്കാര്? പാട്ട് പിന്നെ പറയുമ്പോ വത്സലിന്റെ ഒരു പാട്ടുണ്ട്. ഏതാണ്? കിരികിരി ചെരിപ്പും മെല്ലാണഞ്ഞുള്ള പൂന്തൂനാരി അണഞ്ഞുള്ള പൂന്തൂനാരി വല്യ സമൂഹത്തിൽ വിളങ്ങിടുന്നേ നാരി വിളങ്ങിടുന്നേ. കമിനീലാമിഴികളിൽ കരിമഷിയെഴുതിയ കമലപ്പൂ പൂന്തുനാരി ഇതാ വരുന്നേ നാരി ഇതാ വരുന്നേ. പിന്നെ ഇപ്പൊ പാടിപ്പോ നല്ല കയ്യടൊക്കെ കിട്ടിയ ഇപ്പൊ പുതിയ ഈ വയസ്സിൽ പാടിയപ്പോ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് താത്താണ് ഇപ്പൊ സ്റ്റാറില്ലേ. പേരെന്താ? മുസ്തഫ. എന്താണ്? പ്രവാസിയാണല്ലേ. അപ്പോൾ ബദർമാലയിലെ കുറച്ച് ലൈനുകളാണ് പാടുണ്ടല്ലേ. അതെ. അണവാക്കിറോഹില്ലാമീ തന്മൊളിയാം അമ്പൽ പൂകൾ ഖൈറുൽ ബറായാം
തുണയറാബോ സൂഫിയാനും ബഹീറാം ചുമകളും സാമിന്നെ വാരുന്നു ഷൈറ. പിന്നെ ഇതിനുപോലെ പിന്നെ നഫീസത്തുമാലൊക്കെ ചെല്ലണ്ട ഒക്കെ ചെല്ലലുണ്ട് അല്ലേ? ഇത് നാസർ മാഷ് ഇവിടെ ചമ്മങ്കടവ് ഹൈസ്കൂളിലെ റിട്ടയർ ചെയ്ത ഹെഡ് മാഷ് ആയിരുന്നു അല്ലേ? സന്തോഷങ്ങൾ തൊട്ടടുത്ത വീട്ടിലാളതാ. അയാൾ ഈ തൊട്ടടുത്ത വീട് തന്നെ. പിന്നെ കലാകാരിയാണ്, ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മെയ്ദിയാക്ക് ഉണ്ടായിരുന്ന ഒന്നും മെയ്ദിയാക്കത്തിന് നല്ല പ്രോത്സാഹനം നൽകിയിരുന്ന ആളും കൂടെ ഭർത്താവ് അല്ലേ? അപ്പോൾ ഇവരെ വീട്ടിലിടക്ക് ഇവരെ സുഹൃത്തുക്കളൊക്കെ കൂടെ വന്നിങ്ങനെ മുട്ടിപ്പാട്ട് അങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ മെയ്ദിയാക്കനെ പറഞ്ഞ ശേഷം അദ്ദേഹത്തെ കുറച്ചുകൊണ്ട് സൈലൻ്റ് ആയിരുന്നേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത് വീണ്ടും അതെ, ഈ കലാലയിലാണ് വീണ്ടും പിന്നെ ആ കലയ്ക്കൊന്ന് പൊടി തട്ടിയെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. പൂന്തൂമാഹില പൂന്തൂക്കം വന്നിരിക്കപ്പെട്ടേ ഇരിക്കപ്പെട്ടേ പൂതു പന്തല്ലാകം കടന്നിരിക്കപ്പെട്ടേ ഇരിക്കപ്പെട്ടേ മലപ്പുറപ്പാതി കുറ്റ മികാവുറുകളെ മികാവുറുകളെ കാലകക്കു കീറിൽ കറ്റ സുഹദാക്കളെ സുഹദാക്കളെ പുൽപ്പുടയോർ സുഹദാക്കളെ മേൽമായൊൽപ്പ് പറഞ്ഞു മടിത്തിടു കർമ്മ കൽബുകളിൽ ഉരവാക്കിടു നന്മ നന്മയിൽ സുഹദാക്കളെ 44 48 മറ്റൊന്നും ഉറച്ച ഹൗല ഉറച്ച ഹൗല. വേറെ സന്തോഷം. ഇതാരാ പരിചയപ്പെടുത്തി? ഇതാരാ ഇപ്പൊ വന്നത്? അതിൻ്റെ അമ്മ ഇവിടുത്തെ അമ്മ അമ്പടത്തമ്മയാണല്ലേ? ഭർത്താവിന്റെ അമ്മയാണ്. എന്തമ്മ പേര്? തുത്തിക്കുട്ടി ആണല്ലേ? നിങ്ങൾ പാടുവോ? ഞാൻ പാടൂല. മരോള് പാടൂല്ലേ? ആ മരോള് പാടും. ഇഷ്ടാണ് നിങ്ങൾക്ക് പാട്ട്? പാട്ട് ഇഷ്ടാ. എന്നെ വലിയ നാത്തൂനും അതും തന്നെയാണ് പോകുന്നതിന്റെ ഒപ്പം. ഞങ്ങൾ ടൂറൊക്കെ പോകുമ്പോഴേ സ്റ്റാർട്ടിങ് ആണ് തിരികൊളുത്തിയാല് പിന്നെ വയനാടായാലും ഊട്ടിയൊക്കെ തന്നെ തുടങ്ങല്ലേ? മരോളെ പാട്ട് ഇഷ്ടാണ്? പാടി തന്നിട്ടുണ്ടാ? കെട്ടിച്ചു കൊടുത്തന്നൊക്കെ നല്ല പാടിയിരുന്നല്ലേ? ആണല്ലേ? അമ്മ നല്ല സപ്പോർട്ടല്ലേ? ഇവിടെ അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ? ഞങ്ങളൊരു എല്ലാം കൊണ്ട് ഫാമിലിയിലൊക്കെ എല്ലാം ഐക്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂർ ഞങ്ങള് സംഘടിപ്പിക്കുക അതൊക്കെ ഉണ്ടല്ലേ? ആണല്ലേ? ആയിക്കോട്ടെ അമ്മ. സന്തോഷല്ലേ? കണ്ടേ സന്തോഷം.